അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും കൊള്ളാം വേടനെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വേടൻ ആരാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലും നമ്മുടെ നാടുകളിലൊക്കെ സജീവമായി ഇപ്പോൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരിയാണ്. ഒരു പാട്ടുകാരനായി എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കണ്ണീർ വാർക്കുന്നവർക്ക് വേണ്ടിയും മർദ്ദിതർക്ക് വേണ്ടിയും ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടിയും അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് ജനങ്ങളെ പിഴിയുന്ന ആളുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവർക്കെതിരായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾ. നിലവിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങളുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്, മൂർച്ചയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പാട്ടുകാരനായി കാണാൻ കഴിയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കാരുണ്യവും അതുപോലെ സഹതാപവും ധർമ്മവും നീതിയും ഒക്കെ സംസാരിക്കുന്നവരൊന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ പാടില്ല എന്ന് കരുതി ഈ നന്മ മരങ്ങളെ വെട്ടിമുറിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും വർഗീയവാദികളും അതുപോലെ അസൂയാലുക്കളും നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് ഈ വേടനെന്ന് പറയുന്ന സാധാരണക്കാരായ ദളിതരിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഇദ്ദേഹം പറയുന്ന വാക്കുകൾ. അപ്പോൾ ഇവരിൽ നിന്ന് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങളൊക്കെ എന്താണ് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഒരു നിങ്ങളുടെ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രം പാവങ്ങളെ സമീപിക്കുകയും അവർക്ക് തക്കതായ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് പിൻവാങ്ങുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, ഇത്തരം നന്മ മരങ്ങളെ നിങ്ങൾ മുറിച്ച് കളയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരാണ്, അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. ആരാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത്? ആരുമില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ വഷളാക്കാൻ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് ആരോ വളരെ മോശമായി പോയി.